വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. നമസ്കാരം. വിജയ ഏകാദശി എന്ന പേരിൽ നിന്നു തന്നെ വിജയ ഏകാദശി വ്രതത്തിൻ്റെ ഉദ്ദേശം അഥവാ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഏതു നല്ല കാര്യത്തിലും ഉണ്ടാകുന്ന വിജയം. വിജയ ഏകാദശി വ്രതം ആചാര പ്രാധാന്യത്തോടെ അനുഷ്ഠിക്കുന്ന ഭക്തന് തൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുന്നു. ഇവിടെ ഭഗവാൻ തന്നെ മനുഷ്യരൂപം കൈക്കൊണ്ട് ജീവിതത്തിൽ വരുന്ന വിഷമഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും അതിലൂടെ എങ്ങനെ വിജയം കൈവരിക്കാമെന്നും കാണിച്ചു തരുന്നു. നമുക്ക് കഥ കേൾക്കാം. ഈ കഥ സ്കന്ദപുരാണത്തിൽ നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് വിവരിച്ചു കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഥ രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊത്ത് വനവാസത്തിന് പോയപ്പോൾ അസുര രാജാവായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും സീതയെ കാണാഞ്ഞ് ഏതൊരു സാധാരണക്കാരൻ ചെയ്യുന്ന പോലെ തളർന്നുപോയ ശ്രീരാമനും, എന്നാൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഭഗവാന്റെ പരമഭക്തനായ ജടായുവാണ്. ജടായു മരിക്കുന്നതിനു മുൻപ് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതും അതിൻ്റെ പിന്നിലെ സന്ദേശം എന്തെന്നതും ശ്രീരാമനെ അറിയിക്കുന്നു. പിന്നീട് സുഗ്രീവനുമായി സഖ്യം ചേർന്ന് വാനര സൈന്യവുമായി സീതയെ അന്വേഷിച്ച് പുറപ്പെടാൻ തയ്യാറാവുകയും ചെയ്തു. സീതാദേവി ലങ്കയിലുണ്ടെന്ന് വന്നറിയിച്ച ഹനുമാനെ തൻ്റെ മാറോട് ചേർത്ത ശ്രീരാമൻ രാവണനുമായി യുദ്ധത്തിനായി ലങ്കയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. എന്നാൽ ലങ്കയിലെത്താൻ വേണ്ടി കടക്കേണ്ട സമുദ്രം വളരെ ആഴമേറിയ വലിയ സമുദ്രമായതുകൊണ്ട് അത് കടക്കുന്നതിനുള്ള ഒരു മാർഗവുമില്ലാതെ വിഷമിച്ച് എന്താണ് മാർഗമെന്ന് ലക്ഷ്മണനോട് ചോദിച്ചപ്പോൾ അടുത്തുള്ള ദ്വീപിൽ താമസിക്കുന്ന ഭഗദൽഭ്യൻ എന്ന മുനിയെ കണ്ടു വണങ്ങി ഉപദേശം സ്വീകരിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് മുനിയെ കാണാൻ ചെന്ന ശ്രീരാമൻ ഭഗവാൻ തന്നെയാണെന്നും മനുഷ്യജീവിതത്തിൽ ആചരിക്കേണ്ട മര്യാദകളെക്കുറിച്ച് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനുമാണ് അദ്ദേഹം തന്നെ കാണാൻ വന്നിരിക്കുന്നതെന്നും മുനി മനസ്സിലാക്കി. അങ്ങനെ വിനയപൂർവം മുനിയെ വണങ്ങി മുനി ഉപദേശിച്ചതനുസരിച്ച് വിജയ ഏകാദശി വ്രതം നിഷ്ഠപ്രകാരം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി രാവണനുമായുള്ള യുദ്ധത്തിൽ ജയിച്ച് സീതയെ തിരിച്ചു കൊണ്ടുവന്ന് വിജയശ്രീലാളിതനായി അയോധ്യയിൽ വാണു എന്നാണ് കഥ. ഈ വർഷത്തെ വിജയ ഏകാദശി 2025 ഫെബ്രുവരി 24 അന്നേ ദിവസം തന്നെയാണ് തിരുവില്വാമല ഏകാദശിയും. തൃശ്ശൂർ തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ വളരെ പ്രാധാന്യമേറിയതാണ്. വിജയ ഏകാദശി എന്നും തിരുവില്വാമല ഏകാദശി എന്നും ഈ ഏകാദശിയെ പറയുന്നു. ചെമ്പൈ സംഗീതോത്സവം പോലെ വില്വാദ്രിനാഥ സംഗീതോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നു. അഷ്ടമി തിഥിയിലാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ദശമി, ഏകാദശി ദിനങ്ങളിൽ പ്രധാന പരിപാടികൾ നടത്തുന്നു. ഏകാദശി വിളക്കിന് ശേഷമുള്ള ഏകാദശി ദിവസം രാത്രി നടത്തുന്ന ഘോഷയാത്ര പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. പുനർജനി ഗുഹ തിരുവില്ലാമല ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ്. പ്രകൃതി തന്നെ രൂപപ്പെടുത്തിയെടുത്ത ഗുഹയാണിത്. പുനർജനി നൂളുക എന്നാൽ പുനർജനി ഗുഹയിലൂടെ കടന്നു പോകുന്നത് ഒരാളുടെ പാപങ്ങളെ ഇല്ലാതാക്കി ജനനമരണ ചക്രം അവസാനിപ്പിച്ച് മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ പരശുരാമൻ ഭൂമിയിലെ ക്ഷത്രിയരെ കൊന്നൊടുക്കിയ പാപം ഇല്ലാതാക്കാൻ പുനർജനി ഗുഹയിലൂടെ 21 തവണ നൂണ്ടതായി പുരാണങ്ങളിൽ പറയുന്നു. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ മാത്രമേ ഈ ഗുഹ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കൂ. ആ പുണ്യ ദിവസം 2025 ഡിസംബർ 1 തിരുവില്ലോമലയിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനും ലക്ഷ്മണനുമാണ്. മുന്നിലും പിന്നിലുമായി 2 വ്യത്യസ്ത ശ്രീകോവിലുകളിൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. അഷ്ടമി നാളിൽ ചുറ്റുവിളക്കോടെ ആരംഭിക്കുന്ന ഏകാദശി ആഘോഷങ്ങൾ ഏറ്റവും വലിയ ആഘോഷമാണ്. ദശമി നാളിൽ പൂജയുടെയും ദീപാരാധനയുടെയും സമയത്തൊഴികെ മുഴുവൻ നേരവും നട തുറന്നിരിക്കും എന്നതാണ് പ്രത്യേകത. തിരുവില്ലോമല ഏകാദശി വ്രതം നോറ്റ് പ്രാർത്ഥിച്ചാൽ ശത്രുക്കളിൽ നിന്നുള്ള ജയവും എല്ലാ നല്ല കാര്യങ്ങൾക്കും വിജയവുമാണ് ഫലം. ശ്രീകോവിലിലെ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ 5 അടി ഉയരമുള്ള പാതാളാഞ്ജന ശില എന്ന അപൂർവ കല്ലിൽ കൊത്തിയെടുത്തതാണ്.
ക്ഷേത്രത്തിലെ ഇരട്ട ചതുരാകൃതിയിലുള്ള ശ്രീകോവിലും ആനക്കൊട്ടിലും തിരുവില്ലാമല ക്ഷേത്രത്തിൻ്റെ സവിശേഷത ഒന്നുകൂടി ഉയർത്തുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 100 അടി ഉയരത്തിലാണ് തിരുവില്ലാമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള ഭൂതത്താൻ മല എന്ന കുന്നിലെ ആൽമരം ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. തിരുവില്ലാമല അഥവാ വിജയ ഏകാദശി തിഥി 2025 ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 1:55 ആരംഭിച്ച് ഫെബ്രുവരി 24 ഉച്ചയ്ക്ക് 1:44 അവസാനിക്കും. പാരണ വീടേണ്ടത് ഫെബ്രുവരി 25 രാവിലെ 6:50 മുതൽ 9:07 വരെയുള്ള സമയത്താണ്. ഹരിവാസരം വരുന്നത് ഫെബ്രുവരി 24 രാവിലെ 7:48 മുതൽ രാത്രി 7:31 വരെയാണ്. ശ്രീരാമഭുജംഗം, ശ്രീരാമാഷ്ടകം, ശ്രീരാമ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ്. ഒരിക്കലൂണായി ദശമി ദിവസം വ്രതം ആരംഭിച്ച് ഏകാദശി ദിനം അവരവരുടെ ആരോഗ്യമനുസരിച്ച് ഫലമൂലാദികൾ ഭക്ഷിച്ചോ പരിപൂർണ ഉപവാസമായോ വ്രതം ആചരിക്കാവുന്നതാണ്. അധികം സംസാരിക്കാതെ നാമജപവും പ്രാർത്ഥനയുമായി കഴിയുന്നതിനാണ് പ്രാധാന്യം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ വിജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മംഗളം ഭഗവാൻ വിഷ്ണു, മംഗളം മധുസൂദന, മംഗളം പുണ്ടരീകാക്ഷ, മംഗളം ഗരുഡധ്വജ, മംഗളം ഗരുഡധ്വജ.